തൻ്റെ 14-ാമത്തെ വയസ്സിലാണ് യേശു ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ഇന്റർനെറ്റിലൂടെ ബിൽ ഔട്ടോ ടൂറിനിലെ തിരുക്കച്ചയെക്കുറിച്ച് അറിയുന്നത്. ഇറ്റലിയിലെ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് കത്തീഡ്രലിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ തിരുക്കച്ച കുരിശുമരണത്തിന് ശേഷം കല്ലറയിൽ സംസ്കരിക്കുന്നതിന് മുൻപ് ഈശോയുടെ ദേഹം പൊതിഞ്ഞ കച്ചയാണെന്നാണ് വിശ്വാസം. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിൽ കച്ചയിൽ ഈശോയുടെ പീഡനമേറ്റ തിരുശരീരത്തിന്റെയും തിരുമുഖത്തിന്റെയും പ്രതിബിംബം പതിഞ്ഞിട്ടുണ്ട്. കച്ചയ്ക്ക് 2000 വർഷത്തോളം പഴക്കമുള്ളതായും ഗവേഷകർ പറയുന്നു. തിരുക്കച്ചയെക്കുറിച്ച് അറിഞ്ഞതു മുതൽ ഇതിനു പിന്നിലെ ശാസ്ത്രീയമായ വശം അന്വേഷിക്കുകയായിരുന്നു ലോട്ടോ. തന്റെ എല്ലാ കഴിവുകളും ദൈവം ഇല്ല എന്ന സാധ്യതയെ ചോദ്യം ചെയ്യാൻ അദ്ദേഹം ഉപയോഗിച്ചു. എന്നാൽ ഇന്ന് അദ്ദേഹം പറയുന്നു, ആ ചിത്രം എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ച് എനിക്കിപ്പോഴും വിശദീകരിക്കാൻ കഴിയുകയില്ല. എന്നാൽ അത് നോക്കുന്ന എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വാധീനിക്കപ്പെടുന്നു. ടൂറിനിലെ തിരുക്കച്ചയെക്കുറിച്ചുള്ള പഠനം തനിക്ക് മുൻപെങ്ങുമില്ലാത്ത തരത്തിലുള്ള ദൈവവിശ്വാസം നൽകുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോഴും ആളുകൾ തന്റെ അടുത്തു വന്ന് ചോദിക്കാറുണ്ട്, ബിൽ, നീ ഒരു സയന്റിസ്റ്റാണ്, നീ ഇതുപോലുള്ള അത്ഭുതങ്ങളിൽ വിശ്വസിക്കരുതെന്ന്. സത്യം നിഷേധിക്കാനാവില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ടൂറിൻ കച്ചയിലെ ചിത്രത്തിന് വിശദീകരണം നൽകിയാൽ ദൈവത്തെ തള്ളിപ്പറയാമെന്ന് പോലും അദ്ദേഹം വിമർശകരോട് ഒരിക്കൽ പറയുകയുണ്ടായി. ഇന്നും ബിൽ ഔട്ടോ ശ്രമിക്കുകയാണ് താൻ തിരിച്ചറിഞ്ഞ ക്രിസ്തു എന്ന ദൈവപുത്രനെ പറ്റിയുള്ള സത്യത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ.